വേടൻ്റെ ഓരോ ചലനങ്ങളും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും സാധാരണക്കാരിലും ചിന്തിക്കാൻ കഴിയുള്ളവർ, ഈ സാധാരണക്കാരുടെ അല്ലെങ്കിൽ ദളിത് വിഭാഗങ്ങളുടെ പക്ഷം നിൽക്കുന്നവരുടെ ഉള്ളിലേക്ക് ഏൽക്കുന്ന ഒരു അമ്പായിട്ട് അവർ ഉൾക്കൊള്ളുന്ന ഒരു ശരമായിട്ട് തന്നെ അത് തീരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ഭരണവർഗവും ഇവിടുത്തെ സമ്പന്ന വിഭാഗങ്ങളും ഭയപ്പെടുന്നത്. വേടനിവിടെ പറയുന്നത്, ഇവിടെ പീഡിപ്പിക്കപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ കഥ പറയുന്നത് എന്തെന്നാൽ ഇന്ന് നാളിതുവരെ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 70 വർഷമായിട്ടും ഇവിടുത്തെ ദളിത് വിഭാഗങ്ങൾക്ക് യാതൊരു ഗതിയുമില്ലാതെ അവർ തെരുവോരങ്ങളിൽ അലയുന്നു, ആ വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു. ഗവൺമെൻറ് ഓഫീസുകളിൽ, സർക്കാർ ഓഫീസുകളിൽ, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെയും ജാതീയമായ പീഡനം, കൊടും പീഡനം ഇവിടെ അനുഭവിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. വേടനെ ഇപ്പോൾ ഈയിടെയായിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിലുള്ള ആളുകളൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, വേദി കൊടുക്കുന്നു. പക്ഷേ വേടൻ അകത്ത് പോയ ആ സമയത്ത് ഇവരുടെ ഈ ഒരു പിന്തുണയൊന്നും കണ്ടില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ജനങ്ങളെല്ലാവരും വേടനൊപ്പം നീങ്ങുന്നൊരു സാഹചര്യം വന്നപ്പോൾ ഇവർ പ്ലേറ്റ് മാറ്റിയതാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണതിൻ്റെ. വേടനെ സംബന്ധിച്ചിടത്തോളം വേടൻ പറയുന്നത് സത്യമാണെന്നും ആ കഥകൾ കേൾക്കാൻ ഈ ഇന്നത്തെ തലമുറ ആകാംക്ഷ കാണിക്കുകയും ഓടിക്കൂടുകയും ചെയ്യുമ്പോൾ ഇന്നത്തെ ഈ സമൂഹത്തിൻ്റെ നിലപാടുകൾ മാറിപ്പോകും, ഭരണകൂടങ്ങൾക്ക് ഒരു ഭീഷണിയാകും, ജനങ്ങളുടെ ഐക്യത്തോടുകൂടി ഈ പീഡിപ്പിക്കപ്പെടുന്നവൻ്റെ ഒപ്പം നിൽക്കുമെന്നുള്ളൊരു ഭീതി ഭരിക്കുന്നവർക്കുണ്ട്. ഇപ്പോൾ സംഘപരിവാറിൻ്റെ ചില പരാതികൾ വേടനെതിരെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തയിൽ കണ്ടിരുന്നു. ഈ ശശികല എന്ന് പറയുന്ന ടീച്ചർ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു പുള്ളിക്കാരത്തിയുടെ വിദ്വേഷ പ്രസംഗം നമ്മൾ കണ്ടിരുന്നു. NIA-ക്കൊക്കെയാണ് പരാതി കൊടുക്കുന്നത്. മോദിയെ പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. 5 വർഷം മുമ്പ് ഇറങ്ങിയ പാട്ടിലാണെന്ന് ആലോചിക്കണം. അതിൽ വരികൾ കോറിയെടുത്തുകൊണ്ട് ഇത് മോദി ഉദ്ദേശിച്ചാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നിരന്തരമായി അവർ വേട്ട തുടങ്ങുകയാണ്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് പ്രതിരോധിക്കുക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ ഇവിടെ പുറത്തു വിട്ടിരിക്കുന്നത് വലിയൊരു വിപ്ലവത്തിൻ്റെ ജ്വാലയാണ്. ആ ജ്വാലയിൽ ഈ വിധത്തിലുള്ള ഈ ദളിത് പീഡനങ്ങൾ നടത്തുന്ന ഇവിടുത്തെ സമ്പന്ന ഭരണവർഗത്തിന് ഒരു തീച്ചൂളയായി തീർന്ന് അതിൽ എരിഞ്ഞടങ്ങുമെന്നുള്ളൊരു ഭീതിയുണ്ട്. സത്യത്തിൽ വേടൻ പറയുന്നത് ഇവിടുത്തെ കാലാകാലങ്ങളായിട്ട് ഓരോ ഇവിടുത്തെ ദളിത് വിഭാഗങ്ങളും, ഞാൻ ചോദിക്കുന്ന എന്ത് നേട്ടം ഈ മാറി വന്ന ഗവൺമെൻറ്റിൻ്റെ പക്ഷത്ത് ഇവിടുത്തെ ദളിത് വിഭാഗങ്ങൾ കൊണ്ട് ഇന്നും തെരുവിലിറങ്ങി സംവരണത്തിൻ്റെ കാര്യത്തിൽ പോലും ഒരു സമരം വയ്ക്കാതെ ഇവിടുത്തെ സമ്പന്ന വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സംവരണത്തിൻ്റെ പേരിൽ അവർക്ക് സംവരണം 10% കൊടുത്തു. ഇവിടെ എന്ത് നീതി ഇവിടെ കിട്ടുന്നു? ഇന്നും കിടപ്പാടമില്ലാതെ അലയുന്ന ഈ വിഭാഗത്തിൻ്റെ തത്വശാസ്ത്രമാണ് വേടൻ ഇവിടെ ഉപയോഗിക്കുന്നത്.